പ്രിയരെ നമസ്കാരം. കൃതവീര്യൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. കൃതവീര്യന്റെ പുത്രനാണ് കാർത്തവീര്യാർജുനൻ. അർജുനൻ ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചു. ഈ ധ്യാനത്തിലൂടെ അദ്ദേഹം ദത്താത്രേയ മുനിയെ പ്രസാദിപ്പിക്കുകയും മഹർഷിയിൽ നിന്ന് 4 അത്ഭുതകരമായ വരങ്ങൾ നേടുകയും ചെയ്തു. ആദ്യത്തെ വരത്തിനാൽ അദ്ദേഹം 1000 ആയുധങ്ങൾ നൽകി. രണ്ടാമത്തെ അനുഗ്രഹത്താൽ ദുഷ്ടന്മാരെ നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ തൻ്റെ പ്രേരണ ഉപയോഗിക്കുവാനുള്ള ശക്തി നൽകി. മൂന്നാമത്തെ അനുഗ്രഹത്തിനാൽ അർജുനൻ ഭൂമിയെ മുഴുവൻ കീഴടക്കുകയും നീതിയുടെ കൽപ്പനകൾ അനുസരിച്ച് ഭരിക്കുകയും ചെയ്യും. നാലാമത്തേതും അവസാനത്തേതുമായ അനുഗ്രഹം അർജുനന് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ കൈകളാൽ അന്ത്യം സംഭവിക്കുമെന്നതാണ്. ഈ വരദാനങ്ങളാൽ അർജുനൻ ഭൂമി മുഴുവൻ കീഴടക്കി ഭരിച്ചു. അത്ഭുതകരമായ യജ്ഞങ്ങൾ നടത്തി. ദേവന്മാരും മുനിമാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഈ ചടങ്ങുകളിൽ സദാ പങ്കെടുത്തിരുന്നു. അർജുനൻ 87,000 വർഷം ഭൂമിയെ ഭരിച്ചു. ലങ്കയിലെ രാജാവായ രാവണനെ പിടിച്ചടക്കിയതാണ് അർജുനന്റെ അത്ഭുതകരമായ പ്രവൃത്തികളിൽ ഒന്ന്. സൂര്യദേവനായ സൂര്യൻ ഒരിക്കൽ ബ്രാഹ്മണന്റെ വേഷത്തിൽ അർജുനനെ സന്ദർശിക്കുവാൻ വന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം തരൂ, ഞാൻ നിനക്ക് നല്ല പ്രതിഫലം തരാം, ഞാൻ സൂര്യനാണ്. ഇവിടെ സൂര്യദേവൻ താൻ സൂര്യനാണെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ വേഷം മാറി വന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നില്ല. അതിനായി സങ്കല്പിക്കാവുന്ന ഒരേയൊരു വിശദീകരണം ബ്രാഹ്മണ വേഷത്തിലായാൽ ചോദിക്കുന്നത് അർജുനൻ നിരസിക്കില്ല എന്നതാവാം. ഏതുതരം ഭക്ഷണം നൽകിയാണ് താങ്കളെ ഞാൻ പ്രസാദിപ്പിക്കേണ്ടത്? അർജുനൻ ആരാഞ്ഞു. എനിക്ക് ഭൂമിയിലെ എല്ലാ ഭൗതിക വസ്തുക്കളും ഭക്ഷിക്കണം, ദയവായി അവ കത്തിച്ചു കളയൂ, അങ്ങനെ ഞാൻ എൻ്റെ വിശപ്പ് ശമിപ്പിക്കും. സൂര്യൻ മറുപടി പറഞ്ഞു, ഏതു വിധത്തിലാണ് ഈ വസ്തുക്കളെല്ലാം ഞാൻ കത്തിക്കേണ്ടതെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അർജുനന് സംശയം. ഞാൻ വെറുമൊരു മനുഷ്യൻ മാത്രമാണ്, പരിമിതമായ ശക്തികൾ മാത്രമാണ് എനിക്കുള്ളത്. തൻ്റെ പരിമിതികൾ അർജുനൻ വെളിപ്പെടുത്തി. അപ്പോൾ സൂര്യൻ അർജുനന് അനേകം ദിവ്യാസ്ത്രങ്ങളും ആ അസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ അത്ഭുതകരമായ ഒരു ആവനാഴിയും നൽകി. ഈ അമ്പുകൾ എയ്തപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന സത്ത ഉള്ളവയായിരുന്നവ. ഈ അസ്ത്രങ്ങളാൽ അർജുനൻ എല്ലാം ദഹിപ്പിച്ചു. സൂര്യൻ ആവോളം അത് ഭക്ഷിച്ചു. ആശ്രമങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും വനങ്ങളും കത്തിച്ചു. വരുണൻ സമുദ്രങ്ങളുടെ ദേവനായിരുന്നു. വരുണന് അശ്വിനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഈ പുത്രൻ ധാരാളം തപസ്സുകൾ അനുഷ്ഠിക്കുകയും വസിഷ്ഠൻ അഥവാ അഭവൻ എന്നു പേരുള്ള ഒരു മഹർഷിയായി തീരുകയും ചെയ്തു. ഈ വസിഷ്ഠൻ സപ്തഋഷികളിൽ ഒരാളായ വസിഷ്ഠനായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. വരുണപുത്രനായ വസിഷ്ഠൻ 10,000 വർഷം വെള്ളത്തിനടിയിൽ തപസ് ചെയ്തു. ധ്യാനം പൂർത്തിയാക്കി ആശ്രമത്തിലേക്ക് മടങ്ങിയപ്പോൾ അർജുനൻ ആ സ്ഥലം മുഴുവൻ കത്തിച്ചതായി കണ്ടു. അതിൽ വസിഷ്ഠന് അത്യധികം കോപമുണ്ടായി. നീ എൻ്റെ ആശ്രമത്തെ നശിപ്പിച്ചതിനാൽ ഞാൻ നിന്നെ ശപിക്കുന്നു. നിന്റെ പേര് വഹിക്കുന്ന ആരും ഇനി രാജാവാകില്ല. കുന്തിയുടെ പുത്രനായ അർജുനൻ എന്നൊരു പാണ്ഡവൻ ഉണ്ടാകും. അവൻ നിങ്ങളുടെ പേര് വഹിക്കുമെന്നതിനാൽ അവൻ രാജാവാകില്ല. നീ പരശുരാമനാൽ വധിക്കപ്പെടുമെന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു. ഒടുവിൽ അർജുനൻ പരശുരാമനാൽ വധിക്കപ്പെട്ടു. വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായാണ് പരശുരാമനെ കണക്കാക്കുന്നത്. പരശുരാമൻ അർജുനനെ എന്തിന് എങ്ങനെ കൊന്നുവെന്നതിൻ്റെ കഥ മറ്റു പുരാണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.